പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3, 31 മുതൽ 36 വരെ വാക്യങ്ങൾ. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാംബ്രെ. വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാംബ്രെ കത്തോലിക്ക സഭയിലെ ഏറ്റവും വ്യത്യസ്തനായ വിശുദ്ധരിൽ ഒരാളാണ്. ദൈവത്തിൻ്റെ പിച്ചക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1748 മാർച്ച് 25 ഫ്രാൻസിലെ ആമറ്റസ് എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ബെനഡിക്ട് ജനിച്ചത്. 15 മക്കളിൽ മൂത്തവനായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിലെ തന്നെ ദൈവവിശ്വാസത്തിൽ വളർന്ന അദ്ദേഹം തൻ്റെ അമ്മാവനായ ഒരു വൈദികൻ്റെ കീഴിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. യുവാവായിരുന്നപ്പോൾ കർക്കശമായ സന്യാസ ജീവിതം നയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇതിനായി അദ്ദേഹം പല സന്യാസ സഭകളെയും സമീപിച്ചു. എന്നാൽ കഠിനമായ തപസ്സും ഉപവാസവും മൂലം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചതിനാലും സന്യാസ നിയമങ്ങളുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് മാനസികമായി ബുദ്ധിമുട്ട് നേരിട്ടതിനാലും പലയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. താൻ ഒരു ആശ്രമത്തിനുള്ളിൽ കഴിയേണ്ടവനല്ല, മറിച്ച് ലോകത്തിൻ്റെ വീഥികളിൽ ഒരു തീർത്ഥാടകനായി ജീവിക്കേണ്ടവനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1770 അദ്ദേഹം തൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചു. യൂറോപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ പുണ്യസ്ഥലങ്ങളിലേക്കും അദ്ദേഹം കാൽനടയായി യാത്ര ചെയ്തു. വളരെ ലളിതമായ വസ്ത്രം ധരിച്ച ഒരു ഭിക്ഷക്കാരനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. തനിക്ക് ലഭിക്കുന്ന ഭിക്ഷയിൽ വളരെ കുറച്ചു മാത്രം കഴിച്ച് ബാക്കി പാവങ്ങൾക്കായി അദ്ദേഹം നൽകി. വിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ ഭക്തി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ അദ്ദേഹം റോമിലാണ് ചെലവഴിച്ചത്. പകൽ മുഴുവൻ ദേവാലയങ്ങളിലും ആരാധനയിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടിയിരുന്ന അദ്ദേഹം രാത്രിയിൽ കൊളോസിയത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഉറങ്ങിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും കീറിയതുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു സ്വർഗീയ ശാന്തത ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1783 ഏപ്രിൽ 16 തൻ്റെ 35-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. പട്ടിണിയും കഠിനമായ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തളർത്തിയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ റോമിലെ തെരുവുകളിൽ കുട്ടികൾ വിശുദ്ധൻ മരിച്ചു, വിശുദ്ധൻ മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു നടന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. 1881 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഭൗതികമായ സമ്പത്തിനെയോ സുഖസൗകര്യങ്ങളെയോക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിന് പ്രാധാന്യം നൽകിയ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പലപ്പോഴും ഭിക്ഷക്കാരനായും അലഞ്ഞുതിരിയുന്നവനായും ലോകം അദ്ദേഹത്തെ